ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കാണ്. ഏത് പ്രധാനമന്ത്രി? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. അങ്ങനെയല്ല പറയേണ്ടത്, പിന്നെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രി. ഓ, അങ്ങനെയും പറയാല്ലേ? അങ്ങനെയും പറയാം. ഓക്കെ ഓക്കെ. നമ്മളെല്ലാം ഇത്രയും വലിയൊരു രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ വീട് എങ്ങനെയായിരിക്കും ഒന്ന് കാണാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാഴ്ചകളും അവിടെ കാത്തിരിക്കുന്നു. കൂടെ പോരുക. കൂടെ വരൂ. ഇന്ദിരാഗാന്ധി സ്മൃതി എന്നെഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ് നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത്. മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വസതിയാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത്. സഫ്ദർജംഗ് റോഡിലാണ് ഇത് നിലകൊള്ളുന്നത്. 1964 പിതാവിൻ്റെ മരണശേഷമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടേക്ക് താമസം മാറിയത്. ഗരീബി ഹട്ടാവോ, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, 77 തെരഞ്ഞെടുപ്പ് നിർത്തലാക്കാനുള്ള തീരുമാനം എന്നിവയെല്ലാം ഈ വസതിയിൽ താമസിച്ചുകൊണ്ടാണ് അവർ തീരുമാനിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ ഫലമായി അവർ സിഖ് വംശജരുടെ അപ്രീതിക്ക് പാത്രമായി. 1984 ഒക്ടോബർ 31 തൻ്റെ തന്നെ സ്വന്തം സിഖ് വംശജരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റാണ് അവർ കൊല്ലപ്പെട്ടത്. അവസാന സമയത്ത് അവർ ധരിച്ചിരുന്ന വെടിയുണ്ടകളേറ്റ് തുളഞ്ഞ സാരിയും അവരുടെ സ്വന്തം തോൾസഞ്ചിയുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ശേഖരങ്ങളിൽപ്പെട്ട വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നിന്നും പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളതാണ്. 1966 ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി സ്ഥാനമേൽക്കുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഈ കാണുന്ന സ്വർണവാൾ ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട ശേഖരത്തിൽപ്പെട്ടതാണ്. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച കാലഘട്ടമായിരുന്നു ഇത്. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിരാഗാന്ധി ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മുറികളിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. ഇത് ദില്ലിയിലെ തന്നെ ചരിത്രപ്രധാനമായ ഒരു സ്ഥാപനമാണ്. ഇത്രയും വലിയ ഒരു രാജ്യത്തെ ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഇത്രയും ലളിതമായ ഒരു വാസസ്ഥലത്ത് താമസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സ്റ്റഡി റൂമും പൂജാമുറി, കിടപ്പുമുറി, അടുക്കള, ഡ്രോയിങ് റൂം എല്ലാം അവർ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടക്കുകയും വിശ്രമിക്കുകയും എല്ലാം ചെയ്തിരുന്ന മുറികളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മുടെ രാജ്യത്തെ കുറിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഒരു കാലത്ത് എടുത്തിരുന്നത് ഈ മുറികൾക്കുള്ളിൽ വച്ചായിരുന്നു. ഈ മുറികളിലായിരുന്നു രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി മുതലായ കുട്ടികൾ ഓടിക്കളിച്ച് വളർന്നത്. ഭാരതത്തിൻ്റെ ഭരണചക്രം തിരിച്ചിരുന്ന ഭരണാധികാരിയുടെ മുറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാജീവ് ഗാന്ധി ധരിച്ചിരുന്ന വസ്ത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു സിനിമാ താരത്തെ പോലെ എത്ര സുന്ദരനായിരുന്നു അദ്ദേഹം. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധി ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് ഞാൻ കണ്ടത്. തീവ്രവാദത്തിനെതിരെ ചിന്തിക്കാൻ ഓരോ ഇന്ത്യക്കാരനെയും പ്രേരിപ്പിക്കുന്ന ഒരു നടുക്കുന്ന കാഴ്ചയാണിത്. ഇതൊരു സ്റ്റഡി റൂമാണ്. ധാരാളം പുസ്തകങ്ങളുടെ കളക്ഷൻ ഇവിടെയുണ്ട്. വളരെ ലളിതമായ ഒരു കിടപ്പുമുറി. ഈ കിടപ്പുമുറിയും കടന്ന് നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കടന്നു. ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ഇവിടെ നമ്മുടെ രാജ്യത്തെ പല ഉന്നതാധികാരികളും പല നേതാക്കന്മാരും അതിഥികളായി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ കുറിക്കുന്ന ധാരാളം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവിടെ നിന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ചെറുതും വലുതുമായ എത്രയോ ബഹുമതികളാണ് ഇന്ദിരാഗാന്ധിയെ തേടിയെത്തിയിട്ടുള്ളത്. 72 ഭാരതരത്ന, മെക്സിക്കൻ അക്കാദമി അവാർഡ് ഫോർ ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ്,
ഇവയെല്ലാം അവയിൽ ചിലത് മാത്രമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം വളരെയധികം യാത്രകൾ നടത്തിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുള്ള കൗതുക വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ 2 പ്രധാന അതിർത്തികൾ, വടക്കേ അറ്റം ഇന്ദിരാ കോൾ, തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് എന്നിവയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ പ്രധാന വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതേ വിമാനത്താവളത്തിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളും വന്നിറങ്ങിയത്. വിമാനത്താവളത്തിൽ നിന്നും ഇവിടെ എത്താനായിട്ട് 17 കിലോമീറ്റർ ദൂരമാണ്. അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്താം. അവിടെ നിന്നും പുറത്തിറങ്ങിയ നമ്മളെ കാത്ത് മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലമാണിത്. ആ രക്തപ്പാടുകൾ വീണ അതേ സ്ഥലങ്ങളെല്ലാം ചില്ലുകൊണ്ട് മറച്ച് മഴ പോലും നനയാതെ അത് സൂക്ഷിക്കുന്നു. ഇവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ രാജ്യത്തെ 2 പ്രധാനമന്ത്രിമാരും രാജ്യത്തെ പ്രധാന തീരുമാനങ്ങളെടുത്തിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് തോന്നും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണണം അല്ലേ? പക്ഷെ നമ്മൾക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ കാണേണ്ടി വന്നു. അതൊന്നും മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്. എന്നാലും നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് എപ്പോഴും തീവ്രവാദത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് പോലും ഒരു രീതിയിലും നമ്മൾ തീവ്രവാദത്തെ അംഗീകരിക്കാൻ പാടില്ല. അതിന് ഇരകളായിട്ടുള്ളവരാണ് നമ്മുടെ 2 പ്രധാനമന്ത്രിമാർ. അതുകൊണ്ട് ഡൽഹിയിലെ അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ കടക്കാം.